പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു മ്യൂസിയം, മാലിന്യങ്ങളിൽ നിന്ന് ശില്പങ്ങളും. വിശ്വസിക്കാനാകുന്നില്ല അല്ലേ? നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ് അപൂർവമായ ഈ കാഴ്ച. തൂക്കുപാലത്തിന്റെ നാടായ പുനലൂരിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഇത്തരമൊരു സംരംഭം. പുനലൂർ നഗരസഭയുടെ പ്ലാച്ചേരിയിലെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയിലാണ് ജംഗിൾ പാർക്ക് അഥവാ ജംഗ്ലേ പാർക്ക് എന്ന് പേരിട്ട അപൂർവ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. പുനലൂർ സ്വദേശിയും ശില്പിയുമായ ബിജു ചക്കുവരക്കലാണ് മാലിന്യത്തെ കലാരൂപങ്ങളായി മാറ്റിയെടുത്തിരിക്കുന്നത്. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കും ചെരുപ്പും കുപ്പികളും ഈ മാലിന്യങ്ങളും എന്നുവേണ്ട ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്ന എല്ലാ വസ്തുക്കളും കലാസൃഷ്ടികളായി രൂപം പ്രാപിച്ചിരിക്കുകയാണിവിടെ. പുനലൂർ ചെങ്കോട്ട റോഡിൽ പുനലൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇടതുവശത്തായി ജംഗിൾ പാർക്കിന്റെ ബോർഡ് കാണാം. ഇവിടെ നിന്നുള്ള നാട്ടിടവഴിയിലൂടെയാണ് പാർക്കിലേക്ക് പോകേണ്ടത്. വളരെ രസകരമാണ് ഈ വഴിയിലൂടെയുള്ള സഞ്ചാരവും. ഇതുവഴി 1 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ പാർക്കിലെത്താം. ഗേറ്റ് കടന്നു പോകുമ്പോൾ തന്നെ കടലിൽ പായ്ക്കപ്പലിന് നേർക്ക് ശൗര്യത്തോടെ ചീറിപ്പാഞ്ഞെടുക്കുന്ന കൂറ്റൻ സ്രാവിനെ കാണാം. മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു മരമാണ് നമ്മെ സ്വീകരിക്കുക. നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളും ബൾബുകളുമൊക്കെ ചേർത്ത് വെച്ചാണ് ഈ മരം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നാലെ ജുറാസിക് പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന ശില്പങ്ങളും ജലജീവികളും ഒക്കെ കാണാം. കമ്പ്യൂട്ടറിന്റെയും ബൈക്കുകളുടെയും ഉപേക്ഷിക്കപ്പെട്ട വിവിധ ഭാഗങ്ങൾ കൊണ്ടാണ് ഇവയുണ്ടാക്കിയിരിക്കുന്നത്. 50 പൈസ കവറുകൾ കൊണ്ടുണ്ടാക്കിയ കൂറ്റൻ മാമത്തും ആർട്ട് ഗാലറിയിലെ ശ്രദ്ധാകേന്ദ്രമാണ്. ചെരുപ്പിന്റെ സോളുകൾ കൊണ്ടുണ്ടാക്കിയ പശുവും പേപ്പർ കപ്പുകൾ കൊണ്ടുണ്ടാക്കിയ ജെല്ലി ഫിഷുമൊക്കെ കൗതുക കാഴ്ചകൾ തന്നെ. കെവിൻ കാർട്ടർ എന്ന വിഖ്യാത ഫോട്ടോഗ്രാഫർക്ക് ആദരവർപ്പിച്ച് അദ്ദേഹം എടുത്ത ചിത്രത്തിന്റെ ശില്പമാതൃകയും ബിജു ചക്കുവരക്കൽ ഒരുക്കിയിട്ടുണ്ട്. പട്ടിണിയുടെ നേർചിത്രം പകർത്തിയ കെവിൻ കാർട്ടർ ശവം തീനി കഴുകനിൽ നിന്ന് തനിക്ക് രക്ഷിക്കാനാകാതെ പോയ ആ പെൺകുഞ്ഞിന്റെ ദൈന്യതയോർത്ത് നീറി സ്വയം ജീവനൊടുക്കുകയായിരുന്നു. തെക്കൻ സുഡാനിലെ നിസ്സഹായതയെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്ന ജീവിക്കുന്ന ആ ചിത്രത്തിന് മാതൃക നിർമ്മിച്ചതിലൂടെ കെവിനെ ആദരിക്കുവാനും ഈ ആർട്ട് ഗാലറി ഇടം കണ്ടെത്തിയിരിക്കുന്നു. അജൈവ പാഴ്വസ്തുക്കളിൽ നിന്ന് കലാമൂല്യമുള്ള ശില്പങ്ങൾ ഒരുക്കിയിരിക്കുന്നതിലൂടെ ബോധവൽക്കരണ സന്ദേശവും ഈ ആർട്ട് ഗാലറി നൽകുന്നുണ്ട്. മാലിന്യങ്ങൾ ലോകത്ത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മാലിന്യങ്ങളില്ലാത്ത ലോകം എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ചും മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാനാകും എന്നതിനെക്കുറിച്ചും ഈ ആർട്ട് ഗാലറി കണ്ടിറങ്ങുമ്പോൾ നാം ചിന്തിച്ചു തുടങ്ങും. ഇവിടേക്ക് കയറുമ്പോൾ തൂക്കിയിട്ടിരിക്കുന്ന ബോർഡിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ നമുക്ക് എന്നും ഓർക്കാം. മാലിന്യം എന്നൊന്നില്ല, വസ്തുക്കൾ സ്ഥാനം തെറ്റിക്കിടക്കുന്നു എന്ന് മാത്രം. വിനോദപ്രദവും വിജ്ഞാനപ്രദവുമായ കൂടുതൽ വീഡിയോകൾക്ക് സ്പ്രെഡ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്.